ഇതെന്റെ വീടിന്റെ ഒരു സൈഡാണ് കേട്ടാ. കിഴക്കേ വശം. അതന്നെ കിഴക്കേ വശമാണ്. അപ്പൊ അതിങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അമ്മയുടെ വക ഒരു ചെറിയ അടുക്കളത്തോട്ടൊക്കെ സൈഡിലുണ്ട്. ചീര, വള്ളിപ്പയർ, പിന്നെ എന്താ പച്ചമുളക്, കോവയ്ക്ക, പാവയ്ക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് അമ്മ ചെറിയ രീതിയിൽ അടുക്കളത്തോട്ടം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വശം നമുക്കൊരു ഗാർഡൻ ആക്കിയാലോ എന്ന്. അപ്പോൾ റോസ് കുറച്ച് അമ്മാമ്മ നമുക്ക് കമ്പ് പിടിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ വെച്ചിട്ട് ഒരു റോസ് ഗാർഡൻ സെറ്റപ്പ് ആക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ പുല്ലൊന്നും വരാണ്ട് നല്ല ഭംഗിയിൽ വീടിന്റെ നാല് വശം കൊടുക്കല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോ ചെയ്യുന്നത്. എനിക്ക് ഇലച്ചെടികളെക്കാളും കൂടുതൽ ഇഷ്ടം പൂക്കളുള്ള ചെടികളാണ് കേട്ടാ. പൂക്കളുള്ള ചെടികൾ കൂടുതൽ ഇഷ്ടം റോസാണ്. അപ്പോ അമ്മാമ്മ നമുക്ക് കുറച്ചധികം കമ്പ് റോസിന്റെ പിടിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അമ്മാമ്മ പറഞ്ഞത് പനിനീർ റോസ് ഉണ്ട്, നാടൻ റോസ് ഉണ്ട്, പിന്നെ വെള്ള കളർ ഉണ്ട്, ചുവപ്പ് കളർ ഉണ്ട്, റോസ് കളർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ടൈപ്പ് അമ്മാമ്മ പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കെന്നാ അത് നല്ല ഭംഗിയായിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പൂവുണ്ടായി നിൽക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ റോസ് മാത്രമല്ല, നമുക്ക് കുറച്ച് ആദം ചെടിയും അങ്ങനെയൊക്കെ വെച്ച് ഈ ഒരു ഏരിയ നല്ല പൂക്കളെ കൊണ്ട് നിറയ്ക്കാന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഒരു ഗാർഡൻ പോലെ ചെയ്യാൻ പോവാട്ടാ. റോസ് മാത്രം വെച്ചിട്ട് ഫുള്ളൊരു ഗാർഡൻ സെറ്റപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് കേട്ടാ. നമ്മൾ കുറച്ച് റോസ് നമുക്ക് അമ്മാമ്മ കൊമ്പടിന്ന് അമ്മാമ്മ കുറച്ച് റോസൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതും പിന്നെ നമ്മുടെ ആദം ചെടിയൊക്കെ വെച്ച് ഇവിടെ ഒന്ന് ഭംഗിയാക്കാം. അപ്പൊ 4 വശം വൃത്തിയായിട്ട് കെടുക്കും ചെയ്യും. പിന്നെ പൂവൊക്കെ കാണാൻ ഭംഗിയല്ലേ. അത്ര എളുപ്പമല്ലാട്ടാ. അതിൽ കാണുന്ന സിമ്പിളൊന്നും ഇല്ലാട്ടാ. നല്ല പാടുണ്ട്. ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്തതാണെങ്കിലും ചെയ്ത് വന്നപ്പോ നിർത്താന്ന് തോന്നി. പക്ഷെ അങ്ങോട്ട് ചെയ്ത് വന്നപ്പോഴേ ആ ഒരു എന്താ പറയാ ഒരു ഫിനിഷിങ് കണ്ടപ്പോ പിന്നെ അത് കുറച്ചുകൂടി ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ഇതൊക്കെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടാ. അമ്മ അപ്പൊ സൈഡിൽ നിന്നിട്ട് പറയുന്നുണ്ട് എല്ലാം കൂടി ഇന്നൊരു ദിവസം കൊണ്ട് ചെയ്യണ്ട, പിന്നെ നാളെ ആയിട്ട് ചെയ്യാം. പക്ഷേ എല്ലാ ദിവസവും ഇതേപോലെ ഒരു ആവേശം നമുക്ക് ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഇത്രയും നേരം നമ്മുടെ പോയതാണ്. പിന്നെ നാളെ ഇതിനു വേണ്ടി മെനക്കെട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോറ് പരിപാടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എല്ലാം ആക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല. എല്ലാം ഇന്നത്തോടു കൂടി അവസാനിച്ചില്ല. അപ്പോഴേക്ക് രാത്രിയായി. പിന്നെ കൊതുകൊക്കെ വന്ന് അപ്പൊ പിന്നെ നിർത്തി. പിന്നെ നാളെ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഏറെക്കുറെയൊക്കെ ഇന്ന് തീർത്തിട്ടുണ്ട് കേട്ടാ. അമ്മേ അമ്മേ കുറച്ച് വെള്ളം. ഇന്ന് നടാം. ഇപ്പൊ സമയം 6:30 ആയിട്ടാ വൈകിട്ട്. അപ്പൊ നമുക്ക് നാളെ കാലത്തൊന്നും സമയമില്ല. നാളെയൊക്കെ തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് തന്നെ റോസ് നടാന്ന് വിചാരിച്ചേക്കണം. അമ്മാമ്മ കുറച്ച് റോസ് തൈ പിടിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് നടാം. അടുത്ത ലൈറ്റ് ഇട്ടമ്മ. ആ പിന്നെ തന്നെ നമുക്ക് നടാം. നാളത്തേക്ക് വെച്ചാ നേരം ഉണ്ടാവില്ല. ടാറ്റാ. നീ പോണ്ടാ? പള്ളി പോണ്ടാ? ഏ
ഇവിടെ ഇത്ര അകലം മതിയാ? നേരെ വരണം. നേരല്ലേ? ഇപ്പറത്താ? ഇന്ന് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ രാത്രിയായി, കൊതുകൊക്കെ വന്ന് ആകെ പിന്നെ ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ നാളെ കാണാം.